അയാള് ഈ ഒരു പാത്രത്തിൽ കുറെ സ്വർണം കൊണ്ടുവന്ന് ആരോ വെച്ചിക്കണേ. അപ്പൊ അയാൾ ആ സ്വർണം ഇങ്ങനെ ഓരോ ആൾക്ക് എടുത്തു കൊടുക്കാൻ ഒരു മൂല്യ തന്തണ്ട് അയാൾക്ക് എടുത്തു കൊടുത്ത് അത് എത്ര മോതിരണ്ട് നോക്കിയാ, എത്ര വളണ്ട് നോക്ക്, എത്ര കമ്മലുണ്ട് നോക്ക്, എത്ര പാസറുണ്ട് നോക്ക്. അങ്ങനെ പറഞ്ഞ നോക്കിയില്ല. കൊറേ ഞാൻ ഇരുന്നപ്പോ ആള് പറഞ്ഞു ഗൂഗിൾക്ക് പൈസ ഇട്ട് തരണം, ഇന്നാലേ നോക്കുള്ളൂ, 10,000 10,000 ഞാൻ അവിടെ നോക്കുള്ളൂ, ഇല്ലെങ്കിൽ ഈ പാത്രത്തിൽ വല്ല സ്വർണ്ണം ഇടണം എന്ന് പറഞ്ഞു. ഇഞ്ചത്തെ ഇടാല്ലേ ഇനി സ്വർണ്ണം ഇടല്ല, ഇഞ്ചത്തെ പൈസ ഇടല്ലേ. ഞാൻ അങ്ങനെ തന്നെ നീച്ചു പോന്ന് പുറത്തിരുന്നു. അയാള് കുറച്ച് കഴിഞ്ഞൂടെ പോയി എല്ലാ പെണ്ണുങ്ങളെ അടിയിൽ കൂടി അയാൾ നടക്കുന്നുണ്ട്. അപ്പൊ അയാള് നല്ലൊരു തങ്ങളാണെങ്കിൽ ഒരു പെണ്ണുങ്ങളെരിയത്തേക്ക് ഒരു പെണ്ണുങ്ങളെ മോറ് കാണാൻ ഒരു പെണ്ണുങ്ങളോട് അഭിപ്രായം പറയാനുമില്ല. അപ്പൊ അവിടുന്ന് ഇറങ്ങിയിട്ട് പറയാം, അപ്പുറത്ത് പാലുണ്ട് ഊതാൻ പൈസ വേണം, ഇപ്പുറത്ത് തേനുണ്ട് ഊതാൻ പൈസ വേണം, അപ്പുറത്ത് വെള്ളമുണ്ട് ഊതാൻ പൈസ വേണം എന്നെല്ലാം പറഞ്ഞപ്പോ ഞാൻ ഊതിയില്ല. അങ്ങനെ കൊടിമരത്തുമ്മ വന്നുകൊണ്ട് ഞാൻ അവിടെ പിടിച്ച. എന്താണ് അത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ സംസാരിക്കാനുണ്ടായ കാരണം വെച്ചാൽ എനിക്ക് ഒരു ചെറിയൊരു അസുഖം വന്നപ്പം ഞാൻ ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കൂല. അപ്പൊ യുനാനി ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ചികിത്സിക്കുന്ന ടീമാണ് എന്നെ കൊണ്ടുപോയിട്ടുള്ളത്. അവിടെ അവരെ നോട്ടീസ് പ്രകാരമാണ് ഞാൻ അവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്. അത് ഞാൻ എത്തുന്നത് മേലക്കൊടക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, മണ്ണാർക്കാട്. അവിടെ ചെന്ന് അവിടുത്തെ ചികിത്സാ രീതികൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവിടുത്തെ ചികിത്സാ രീതി ശരിയല്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് യുനാനി ചികിത്സ ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എല്ലാ രോഗം മാറും, ഞങ്ങൾ ചികിത്സിക്കാം, നിങ്ങൾ അടുത്ത ആഴ്ച വന്നെല്ലാം ക്ലിയർ ആവും എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അടുത്ത ആഴ്ച പോകുന്നത്. പക്ഷെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ പിന്നെ കോട്ടക്കൽ വയസ്സമ്പാടി എന്ന സ്ഥലത്താണ് പോയത്. അതും ആ ചികിത്സയുടെ ഭാഗമായിട്ട് ചെന്നപ്പം അവിടെ അയാൾക്ക് അവിടെ കോട്ടക്കൽ വയസ്സമ്പടിക്കലുണ്ട്. പിന്നെ അവിടേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ മണ്ണാർക്കാട് മേലക്കൊടക്കാടുണ്ട്, അവിടെ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ കാസർഗോഡ് ഉണ്ട് എന്ന് പറഞ്ഞു, വയനാടുണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട്. പിന്നെ എവിടേക്കോ സ്ഥലങ്ങളുണ്ട്, അതൊന്നും നമുക്ക് പോയിട്ടില്ല. ഞാൻ ഈ വയസ്സമ്പടിക്കൽ കോട്ടക്കൽ വയസ്സമ്പടിക്കൽ പോയി. അവിടെയും ജനങ്ങളെ തിരക്കന്നെയായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ട് പിന്നെ എനിക്ക് തോന്നി ഇത് എൻ്റെ രോഗം എന്തായാലും മാറൂല, പക്ഷെ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നിന്ന്. കാരണം എനിക്ക് തോന്നി ഇതൊരു അനാചാരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഞാൻ വെറുതെ രോഗം അഭിനയിച്ചും ചെയ്തു. അപ്പം എനിക്ക് ഈ ആറ്റക്കോയ തങ്ങൾ എന്ന് പറഞ്ഞ ആൾ എനിക്ക് പേഴ്സണലായിട്ട് ഒരു നമ്പർ തന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ നമ്പറിലേക്ക് വിളിച്ചാൽ പിന്നെ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. ഇത്രയും തിരക്കുള്ള ഒരാൾ എനിക്ക് നമ്പർ തന്നപ്പോൾ എനിക്കും ആദ്യം ഒരു അത്ഭുതം തോന്നി. പക്ഷെ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു അങ്ങനെ തരൂല, അയാളെ നമ്പർ ആയിരിക്കൂലായിരുന്നു. പക്ഷെ ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല, ഞാൻ വിളിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഈ പിന്നത്തെ മൂന്നാമത്തെ പോക്കിൽ എന്നോട് കൊണ്ട് ചെല്ലാൻ പറഞ്ഞത് എന്താ, 3 കോഴിമുട്ട, പിന്നെ പാല്, അത്തറ്, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ കൊണ്ടുപോകണം. ഇതൊക്കെ യുനാനി ചികിത്സക്ക് ഒരിക്കലുമല്ല, യുനാനി ചികിത്സ ആണല്ലോ അവിടെ നടക്കുന്നത്. അപ്പൊ ആത്മീയ ചികിത്സയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അതിനോട് ചേർന്ന് നിന്നിട്ടുണ്ട് സത്യത്തിൽ. കാരണം ഇവിടെ എന്താ നടക്കണമെന്ന് അറിയാൻ വേണ്ടി നിന്നത് തന്നെയാണ്. അത് ഞാൻ പറഞ്ഞു, ഞാൻ അഭിനയിച്ചു നിന്നത്. അപ്പൊ എനിക്ക് ഈ ചികിത്സയാണ് ഇവിടെ നടക്കണമെന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതിനെതിരെ പ്രതികരിക്കാനും ഇത് എന്താണ് നടക്കുന്നത് ഒരു തെളിവ് നമുക്ക് വേണമല്ലോ, അത് പ്രകാരമാണ് ഞാൻ അവിടെ പോയത്. അങ്ങനെ ഞങ്ങൾക്ക് ഒരു 3 സ്ത്രീകൾ ഒരു ലൈനിലും 3 സ്ത്രീകൾ ഒരു ലൈനിലും നിർത്തി സെന്റർ ഒഴിവാക്കിയിട്ടിട്ട് ഒരു പിന്നെ ഇയാൾ അനിയനാന്ന് പറഞ്ഞിട്ടാണ് ആദ്യം വന്നത്. പിന്നെ ഒരു ഷിയാബ് എന്ന് പറഞ്ഞ ഒരു തങ്ങള്, അയാൾ എന്നോട് പറഞ്ഞു ഞാനാണ് ഒറിജിനൽ തങ്ങള്. ഇയാള് ആ സെന്ററിൽ നിന്ന് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു. ഞാൻ കണ്ണടച്ചിട്ടിരുന്നില്ല, ഞാൻ ഇടങ്ങണ്ണിട്ടിട്ട് നോക്കി. അപ്പൊ അവിടെ ഒരു സ്ത്രീന്റെ തല ഇങ്ങനെ തലോടുന്നുണ്ട്, പുറം തലോടുകൂടെ. ഇന്നെ തൊട്ടിട്ടൊന്നുമില്ല കേട്ടോ, അത് ഞാൻ ഉള്ളത് പറയല. ഓരോരുത്തരെ കണ്ടാൽ തന്നെ അറിയത് തൊട്ടടി കിട്ടുന്നവർക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നോക്കട്ടെ. അപ്പൊ നിങ്ങളോടല്ലേ കണ്ണടച്ചിരിക്കാൻ പറഞ്ഞതെന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കണ്ണടച്ചിട്ടില്ലെങ്കിലോ എന്ന് വെച്ചു. കണ്ണടച്ചാൽ ഇത് പലിക്കൂലാറിഞ്ഞു. അപ്പൊ തന്നെ എനിക്കത് അറിയുള്ളത് ഉടായിപ്പാണെന്നല്ലേ. എന്തായാലും പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, പൈസ കൊടുക്കാൻ ഞാൻ അവിടെ നടക്കൂല, നമുക്കത് കണ്ടെത്തണമെങ്കിൽ ചിലത് നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എത്ര രൂപ കൊടുത്ത്? അവിടെ 6,666 രൂപ ഫസ്റ്റില്. ആദ്യമായിട്ട് നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ 1,001 രൂപ തങ്ങ കൊടുക്കണം മൊത്തത്തിൽ. അത് ഞാൻ പറയാം. അങ്ങനെ അത് കൊടുത്തു. അത് കൊടുത്തിട്ട് ബില്ലാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ, ഇപ്പൊ അയാൾ പറഞ്ഞു ഞാൻ അത്ര വാങ്ങിയിട്ടില്ല എന്നൊക്കെ പറയണ്ട, ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. വാങ്ങിയത് എനിക്ക്, ഞാൻ കൊടുത്തതാണല്ലോ, അയാൾ എൻ്റെ ഇവിടെ ഒന്ന് വാങ്ങി കൊണ്ടുപോയതൊന്നുമല്ലല്ലോ. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങി. പിന്നെ അയാൾ എന്നോട് പറഞ്ഞു, ഇനി അടുത്ത ആഴ്ച നിങ്ങൾ ഒന്നുകൂടി വരണം, അത് മേലക്കൊടക്കാട് വരണം, അവിടെ ഒരു കൊടിമരം, ആ കൊടിമരം പിടിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ആ കൊടിമരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൊടിമരമാണ്. കൊടിമരം തന്നെയാണ്. അതെ, കൊടിമരം എന്ന് പറഞ്ഞാൽ ആ കൊടിമരം നിങ്ങളൊന്ന് പോയി നോക്കി. അങ്ങനെ ഞാൻ ആ കൊടിമരം പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഞങ്ങളവിടെ ചെന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കൊടിമരം കിടക്കുന്നത് ഒരു ഷെഡിൻ്റെ ഉള്ളിലാണ്. ഒരു ഷെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പബ്ലിക്കായിട്ട് കിടക്കിയിരുന്നു. അങ്ങനെ ഞാൻ ഇതൊക്കെ ദൂരെ നിന്ന് നോക്കിയപ്പോൾ ഇയാൾ പറഞ്ഞു, ഇയാൾക്ക് അപ്പം തന്നെ ഇന്ന നോട്ടിട്ടിക്കണം, ഞാൻ ഒന്നിൽക്കും ചെല്ലണില്ല, ഞാൻ ദൂരെ നിന്നൊക്കെ വീക്ഷിക്കണേ ഉള്ളൂ, അവിടെ കൂടെ ജനങ്ങളോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഈ സിയാബ് എന്ന് പറഞ്ഞ തങ്ങളിനോട് ഇയാൾ പറഞ്ഞതിനോട്, നമുക്ക് ഒരു കാര്യമുണ്ട്, ഒരു കാര്യം ചെയ്യാം. പിന്നെ ഞാൻ പറയും, ഇപ്പോൾ ഒരു കാര്യം ചെയ്യണ്ട, എനിക്കിവിടെ ചിലവായ പൈസ തിരിച്ച് കിട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പോവില്ല ഇവിടുന്ന്.
എനിക്കൊരു രോഗമില്ല ഒന്നുമില്ല, എനിക്ക് ഇവിടെ ചിലവായ പൈസ കിട്ടും. ഇവരെ ഉള്ളിൽ ഇപ്പം എന്താണെന്ന് അറിയണല്ലോ. അപ്പം എന്നോട് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വിളിക്കാറ്. അങ്ങനെ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു തെറാപ്പി സെൻ്ററിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞ് തങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, തങ്ങൾ പറഞ്ഞിട്ടാണ് വരത്തെ. ഷിയാബിൻ്റെ ഇഷ്ടത്തിന് വരില്ല, തങ്ങൾ പറഞ്ഞിട്ടാണ് വരേണ്ടത്. തങ്ങളാണ് എന്നെ പറഞ്ഞയക്കുന്നത്, കറക്റ്റ് ലൊക്കേഷൻ വിടണം പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. നൂറെ ഹബീബിന് മുത്തുമണികള് അങ്ങനെ തന്നെ അഭിസംബോധന ചെയ്യണം. അല്ലാഹ് എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട റമളാനാണ്. അപ്പൊ ഇന്നിപ്പോ ഞാനിങ്ങനെ ഒരു വീഡിയോയിൽ വരാനുള്ള കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ റമളാൻ മാസം ആകുമ്പോൾ ഒരുപാട് ഇബ്ലീസുമാർ ഇറങ്ങലുണ്ട്. അപ്പോ നമ്മൾ ആർക്കും മറുപടി കൊടുക്കലൊന്നുമില്ല. പക്ഷെ ഇതിന് സത്യം കുറച്ച് ആളുകൾ അറിയണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ പറയാം. ഇപ്പൊ ഇന്നലെ ഒരു വീഡിയോ ഇറങ്ങി, മറുനാടൻ മലയാളി അല്ലെ, അങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയില് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ പച്ച കള്ളം പച്ച നുണയാണ് പറയുന്നത്. അപ്പൊ അത് എന്താ എന്നുള്ളതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വന്നത്. വിഷയം ഒരു മറുപടി ഒന്നുമല്ല കേട്ടോ, മറുപടി ഒന്നുമില്ല. ചിലപ്പോ ഈ എന്താ അയാളുടെ പേര് എനിക്കറിയില്ല, അയാൾക്ക് നമ്മളെ കുറിച്ച് അറിയില്ലായിരിക്കും. അയാള് പറയുന്നതുണ്ട് നമ്മള് ആത്മീയ തട്ടിപ്പാണെന്ന്. ആയിക്കോട്ടെ, ഞാൻ ആത്മീയ തട്ടിപ്പാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നമ്മൾ അതിനെ കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മള് 20 കൊല്ലത്തിന്റെ അടുത്തായി നമ്മള് ജോലിയായിട്ട് മുന്നോട്ട് പോകുന്നു. 20 കൊല്ലത്തിന്റെ ഇടയിൽ ഇന്ന് വരെ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി ഒരാളെ കൊണ്ട് മോശമായി പറയിപ്പിക്കുന്നവരെ നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാതും ഓപ്പൺ ആണ് കേട്ടോ. അപ്പൊ അതിൽ ആ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾക്ക് മറുപടി അല്ല, നമ്മളെ കൂടപ്പറപ്പിങ്ങൾ മറ്റുള്ളവർ അറിയാൻ വേണ്ടിയിട്ട് ഒരു പറഞ്ഞു തരാന്ന് മാത്രം. അതില് മൂപ്പരപ്പിനെ പറയുന്നുണ്ട് തങ്ങള് എന്ന് തങ്ങളല്ല, മൂപ്പരതില് പറയുന്നുണ്ട് നബിയുടെ പേരക്കുട്ടിയാന്ന് പറഞ്ഞിട്ട് ഞാൻ നടക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ തങ്ങളാണ് എന്നതിന് പാസ്പോർട്ട് എടുത്തു, ഞാൻ തങ്ങളാണ് എന്നുള്ളത് എന്റെ ഉപ്പാക്കറിയാം, അതുപോലെ തന്നെ എന്റെ നാട്ടുകാർക്കറിയാം, എല്ലാവർക്കും ഞാൻ തങ്ങളാന്നറിയാം. പക്ഷെ എന്നെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് മാത്രമാണ് ഞാൻ തങ്ങളല്ലാത്തത്. പിന്നെ അതിന്റെ പാസ്പോർട്ടാണ്. ഇതിലുണ്ട് ആറ്റക്കോയ തങ്ങളെന്ന്, ആറ്റക്കോയ തങ്ങളെന്ന് ഈ പാസ്പോർട്ടിലുണ്ട്. പിന്നെ എന്റെ നാട് മണ്ണാർക്കാടാണ്, മണലടി. അവിടെ ഒരുപാട് വാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് 40 ചില ഏക്കർ സ്ഥലമുണ്ട്. ആ സ്ഥലം ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചുറ്റുപാടും ഉള്ള എല്ലാ ആധാരത്തിലും ആറ്റക്കോയത്തങ്ങളുന്നുണ്ട്. വല്യപ്പാന്റെ പേര് കോയഞ്ഞിക്കോയത്തങ്ങളാ, ഇപ്പാന്റെ പേര് എന്റെ വാപ്പാന്റെ നാട് ലക്കിടിയ. പക്ഷെ അതൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ ഞങ്ങളോട് ആരോട് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല, മനസ്സിലായത്. പക്ഷെ ഒരുപാട് തങ്ങന്മാരുണ്ട്, സനത് ഇല്ല. കാരണം ചെറുപ്പത്തില് എന്തില്ല, സനത് ഉപ്പാപ്പാർ എഴുതി വെക്കൂല. അപ്പൊ ഏത് പരമ്പരയിലാന്നുള്ളത് ഓലിക്കറിയില്ല. അതൊന്നും തങ്ങളല്ലാത്തല്ലോ, ഒന്നും പറയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് മൂപ്പര് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹിന്റെ നബിന്റെ പേരക്കുട്ടിയെന്ന് പറഞ്ഞിട്ട് ആത്മീയ ചൂഷണം നടത്താനാണ്. അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ മൂപ്പര് അതിൽ പറയുന്നുണ്ട് സ്വർഗത്തിൽ അനുഗ്രഹം കിട്ടിയെന്ന്. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. വിവരമുള്ളവർക്ക് അറിയാം സ്വർഗത്തില് അനുഗ്രഹം കിട്ടൂല എന്നുള്ളത്. പിന്നെ അവർക്കൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ജോലി എന്താണ്, മറ്റുള്ളവരെ കുറിച്ചിട്ട് കുറ്റം പറയാം എന്നാണ്. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും നമ്മൾ എന്തില്ല, എവിടെയും ഞാൻ തെളിയിക്കട്ടെ, എവിടെയെങ്കിലും ഞാൻ സ്വർഗത്തിൽ അനുഗ്രഹം കിട്ടിയെന്ന് പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ മൂപ്പര് എന്റെ നൂറെ ഹബീബിന്റെ അടിമമാരെ പോലൊരു ക്ലിപ്പ് കാണിച്ചിട്ട് പറഞ്ഞു, എന്താണ് നൂറെ ഗ്രൂപ്പ് മുത്തുമണികൾ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട്. ഇല്ല സാർ, അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഇതില്ല. അതിലാ സ്ത്രീകൾ പറയുന്നുണ്ട്, സാറ് കേട്ടുപോന്ന് എനിക്കറിയില്ല. അതിൽ പറയുന്നുണ്ട് എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നത് നൂറെ ഹബീബ് എന്നാണ്, അല്ല മുത്തുമണികൾ എന്നാണ്. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ പറയണേ, മനസ്സിലായല്ലേ. നൂറെ ഹബീബിന്റെ മുത്തുമണികൾ അതൊരു മുത്തുമണികൾ തന്നെയാണ്. ഒരുപാട് ലക്ഷക്കണക്കിന് മുത്തുമണികളുണ്ട്, ഒരു വ്യക്തിയെ മാത്രമല്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞു അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അങ്ങനത്തെ ഗ്രൂപ്പില്ല, അങ്ങനെ ഗ്രൂപ്പ് ഇല്ല. പിന്നെ അതിൽ പറഞ്ഞു തേന് 400 രൂപക്കാണ് വിൽക്കുന്നതെന്ന്, 400 രൂപ എന്നുള്ള വിഷയങ്ങള് മറ്റു ചികിത്സകൾക്ക് തരുന്നില്ല.
ഞാന് 20 കൊല്ലായി ഇത് തുടങ്ങിയിട്ട്. അന്ന് മുതൽ ഇന്ന് വരെ എന്റെ സമ്പാദ്യം എല്ലാവർക്കും അറിയാം. ഞാനും തേന് വെക്കുന്നുണ്ട്. എന്തിനാ അറിയാം? എനിക്ക് സമ്പാദിക്കാനല്ല, ഒരുപാട് എത്തിയ മക്കളെ നോക്കുന്നുണ്ട്. ഞാൻ സാറോട് കാര്യം ചോദിക്കട്ടെ, 70ഓളം പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിട്ടിട്ടുണ്ട്. അതില് ഹിന്ദു കുട്ടികളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, അതുപോലെ തന്നെ മുസ്ലിം കുട്ടികളൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പോ 70ഓളം കുട്ടികളെ ഞാൻ കല്യാണം കഴിപ്പിച്ചു വിട്ടിട്ടുണ്ട്. ഒരാളെത്തും പോയി പിരിച്ചിട്ടില്ല. ഒരാളെത്തും പോയിട്ട് ഞാൻ നൂറാബി തങ്ങളാണ്, ഞാൻ ഒരാളെത്തും പിരിച്ചിട്ടില്ല സാർ. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഞാൻ ഒരാളെത്ത് പോയി പൈസ പിരിച്ചത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ സാർ? സത്യസന്ധമായിട്ട്, അതൊരു മാധ്യമപ്രവർത്തകനല്ലേ, സത്യസന്ധമായിട്ട് എന്ത് ചെയ്യണം? നിലപാടുകൾ കൊള്ളണം. നമ്മൾ നല്ലത് പറയണം. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി എന്ത് ചെയ്യരുത്? കളവ് നമ്മൾ പ്രചരിപ്പിക്കരുത്. അപ്പോ 100 രൂപക്ക് മാത്രമേ തേൻ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. 200 രൂപക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് തേന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളി? നിങ്ങൾ നമ്മളെത്തേക്ക് വരും, നിങ്ങൾ ചോദ്യം ചെയ്തോളി. നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് സാർ, മനസ്സിലായില്ല? പിന്നെ എല്ലാവരും നമ്മൾ നൂറ് ഹബീന് മുത്തുമണികൾ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അഭിസംബോധന ചെയ്യുന്നത്. അത് എപ്പോഴും ഇല്ല, എപ്പോഴും നൂറാബിന് മുത്തം അങ്ങനെ തന്നെ നമ്മൾ പറയില്ല. അത് സാർ നമ്മൾ വീഡിയോ കണ്ട സാറിന് മനസ്സിലാവും കേട്ടോ. പിന്നെ സാറ് പറഞ്ഞ കുറെ പെണ്ണുങ്ങളെ വശീകരിച്ചു. ആരും വശീകരിച്ചിട്ടില്ല. എനിക്ക് നിങ്ങളോട് ചിരിച്ചെന്തേ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾക്ക് മുതലായിട്ട് ചിരി മാത്രമേ ഉള്ളൂ. അപ്പോ നമ്മൾ ആരും വശീകരിച്ചിട്ടില്ല കേട്ടോ. പിന്നെ പറയുന്നുണ്ട്, ഞാന് യുനാനി ചികിത്സ ഒരു നോട്ടീസ് കണ്ടു. അത് പല വീഡിയോസിലും ഞാൻ പല ആൾക്കാർ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യലില്ല. ഈ നോട്ടീസ് ഞാൻ നിർമ്മിച്ചതല്ല. കാരണം ഞാനൊരു യുനാനി ഡോക്ടറല്ല, എനിക്ക് വലിയ വിദ്യാഭ്യാസമില്ല, ഞാൻ പഠിച്ചിട്ടില്ല. പാരമ്പര്യമായിട്ട് വാപ്പ തങ്ങളാണ്. തങ്ങന്മാര് ചെറിയ പണികളുണ്ട്. അതുപോലെ തന്നെ അതിന് വലിയ മന്ത്രവാദമൊന്നുമില്ല, വാദോയിപ്പിക്കലില്ല. സാറിപ്പോ ഒരു വീഡിയോ കാണിച്ചില്ല സാർ, പിന്നെ ഞാനൊരു വാദോയിപ്പിച്ചു പറഞ്ഞു. അത് തെറ്റാണ് സാർ. ഞാൻ 2 ദിവസം മുമ്പ് പിന്നെ സംഭവിച്ചതാണത്. അതിന് വിശദീകരണമായിട്ട് ഒരു സഹോദരിക്ക് മെന്റലായിട്ട്, അങ്ങനെ തന്നെ പറയട്ടെ, ബാധയല്ല, മെന്റലായിട്ട് ഇവിടെ വന്ന് ഞാൻ ലൈവ് നടത്തുന്ന റൂമിലേക്കാണ് അവർ കയറി വന്നത്. അവരെ വാതിലും അടിച്ചു സാർ. എന്നിട്ടോ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ നേരെ ആശുപത്രി കൊണ്ടുപോകും. അതൊക്കെ ആ സ്ത്രീകൾ പറഞ്ഞ വീഡിയോസ് സാർ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കിട്ടും. സാർ അതൊന്നും നോക്കിയിട്ടില്ല. സാർ ആരോ തെറ്റിദ്ധരിപ്പിച്ചു. പിന്നെ ആ നോട്ടീസിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് സാർ. നമുക്ക് നോട്ടീസ് അടിച്ചിട്ട് ചികിത്സയ്ക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയൊന്നും നമുക്ക് നോട്ടീസ് അടിച്ച് കുറെ ആളുകൾ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മുമ്പേ എനിക്ക് ഒരുപാട് ജനങ്ങളുണ്ട്, എന്നെ സ്നേഹിക്കുന്നവരുണ്ട്. നമുക്ക് അതിനൊന്നും എന്ത് ചെയ്യണ്ട. പിന്നെ ആ നോട്ടീസിലൊന്നും നമ്മൾ ഉത്തരവാദിയല്ല. നമ്മൾ യുനാനി ഡോക്ടറല്ല. ഞാൻ എവിടെ അത് പറഞ്ഞിട്ടുമില്ല. നിങ്ങൾ തെളിയിക്കും ഞാൻ എവിടെ ആരുടെ യുനാനി ഡോക്ടറാന്ന് പറഞ്ഞ്. ഇത് നിയമല്ലേ, ഇന്ത്യ രാജ്യമല്ലേ. ഞാൻ യുനാനി ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ വേണ്ടേ? അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സാറാരോ അത് കുറെ ഇതിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു സഹോദരി ഒരു വോയിസ് ഉണ്ട്, കൊടക്കാട് തങ്ങള് പിന്നെ എന്താണ് വളരെ മോശമാണ്, കൊടക്കാട് തങ്ങളെ വീട്ടിൽ നടക്കുന്നത് അനാചാരാണ്, കൊടക്കാട് തങ്ങള് പിന്നെ അവരെ ഇവിടെ വന്നപ്പോ അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തെളിവുകളൊക്കെ ഉണ്ടായിരുന്നു. തെളിവുകൾ പുറത്തു വരട്ടെ. നിങ്ങൾക്കറിയോ ആ പെണ്ണുങ്ങള് അതിൽ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇത് നിർത്തണമെന്ന്. ഒരുപാട് യൂട്യൂബർമാർ 4 വർഷമായി ഇതിന്റെ ബാക്കിൽ നടക്കണം. ആർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവസാനം വഴിമുട്ടിയപ്പോ പെണ്ണുങ്ങളെ വെച്ചിട്ട് കളിക്കാണ്. തെളിവ് കൊണ്ടുവരട്ടെ. അവര് തെളിവ് കൊണ്ടുവരട്ടെ. എനിക്ക് പ്രശ്നമില്ല. ഞാൻ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. എന്റെ ഇത്രയും വർഷമായിട്ട് എന്നെ കുറിച്ച് ഒരാളും എന്തില്ല ഒരു മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോ
ആ സഹോദരന്റെ കയ്യിൽ തെളിവുണ്ടായിരുന്നു. തെളിവ് അവര് പറഞ്ഞ തെളിവ് മാത്രമല്ല, ഇതിന്റെ ബാക്കിൽ കളിക്കുന്നത് കാസർകോട്ടുകാരാണ്. ഈ സഹോദരി കാസർഗോഡുള്ള യൂട്യൂബർക്ക്, നമുക്കെതിരെ ഒരു 1-2 യൂട്യൂബർമാര് നിരന്തരം എന്ത് ചെയ്യും, പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും. എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കേസ് കൊടുക്കും. അപ്പോ ഈ സഹോദരന്റെ ഒരു വോയിസ് ഉണ്ട്. ആർക്കയച്ച? ഈ കാസർഗോഡുള്ള ആൾക്കയച്ച വോയിസ് നമ്മളെത്തുണ്ട്. കാസർഗോഡുള്ള യൂട്യൂബർമാർ 7 ലക്ഷം ഉറുപ്പിന്റെ ഒക്കെ വാങ്ങി. പേര് പറയുന്നില്ല, മനസ്സിലായില്ലേ? കാസർഗോഡിൽ മാത്രമല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ എന്തിനാ തങ്ങളെ കൊടുത്തതെന്ന്. അവരെനിക്കൊരു ഉപദേശം തന്നിരുന്നു. എന്താ അറിയോ, ഒരു മനുഷ്യനെ കുറിച്ച് നിരന്തരം ഇങ്ങനെ വീഡിയോസ് ഇട്ടാല് കുറെ ആളുകളുണ്ടാവും, അറിയാത്തവരൊക്കെ വിശ്വസിക്കും. കുറെ ഇങ്ങനെ ഇടുമ്പോ സ്വാഭാവികമായിട്ട് ഒരു മടുപ്പ് തോന്നും. അപ്പൊ അതുകൊണ്ട് തങ്ങൾ എന്തെങ്കിലും ഞങ്ങൾ സെറ്റിൽമെന്റ് ആക്കിയിട്ട് ഞങ്ങൾ നിങ്ങളെ ബാക്കിൽ വരൂല. അങ്ങനെ അവർക്ക് എന്തൊക്കെ 7 ലക്ഷം ഉറുപ്പിക വാങ്ങി. ഒരു വർഷം എന്തിട്ടില്ല, ബാക്കിൽ 1-2 ലക്ഷം